അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിലെ ഗ്ലാമർ ഗേൾ എന്നറിയപ്പെട്ടിരുന്ന എന്നാൽ കളിക്കളത്തിൽ അങ്ങേയറ്റം ക്ലാസും പക്വതയും കാണിച്ചിരുന്ന അഞ്ജും ചോപ്ലയെക്കുറിച്ചാണ്. ഡയാനയുടെയും ശാന്തിയുടെയും തലമുറയ്ക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിനെ പുതിയൊരു യുഗത്തിലേക്ക് നയിച്ച മുഖമാണ് അഞ്ജുവിൻ്റേത്. അഞ്ജും ചോപ്ര എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ആ മനോഹരമായ കവർ ഡ്രൈവുകളാണ്. വനിതാ ക്രിക്കറ്റിലെ ഡേവിഡ് ഗോവർ എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അത്രയ്ക്കും സ്റ്റൈലിഷ് ആയിരുന്നു അവരുടെ ബാറ്റിംഗ്. 1995 അരങ്ങേറ്റം കുറിച്ച അഞ്ജും ഇന്ത്യയ്ക്ക് വേണ്ടി 100 ഏകദിന മത്സരങ്ങൾ കളിച്ച ആദ്യ വനിതാ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയ വ്യക്തിയാണ്. ഏകദേശം 17 വർഷത്തോളം അവർ ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ നെടുംതൂണായിരുന്നു. നമ്മളിന്ന് മിതാലി രാജിനെക്കുറിച്ചൊക്കെ വാതോരാതെ സംസാരിക്കാറില്ലേ? എന്നാൽ മിതാലിക്കു മുൻപേ ഇന്ത്യൻ ടീമിനെ ലോകകപ്പിന്റെ ഫൈനൽ 2005 എത്തിച്ച ക്യാപ്റ്റൻ അഞ്ജും ചോപ്രയായിരുന്നു എന്നത് പലരും മറന്നുപോകുന്ന കാര്യമാണ്. ലോകകപ്പിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയും മറ്റാരുമല്ല. 6ഓളം ലോകകപ്പുകളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ അവർക്ക് സാധിച്ചു. അവരുടെ നേട്ടങ്ങളൊന്ന് നോക്കിയാൽ 12 ടെസ്റ്റ് മത്സരങ്ങൾ, 12 ഏകദിനങ്ങൾ, 18 T20 മത്സരങ്ങൾ. ഏകദിനത്തിൽ ഏകദേശം 2855 റൺസ്. അർജുന അവാർഡും പത്മശ്രീയും നൽകി രാജ്യം അവരെ ആദരിച്ചിട്ടുണ്ട്. മെൽബൺ ക്രിക്കറ്റ് ക്ലബ്ബിലെ അഥവാ MCCയിലെ ആജീവനാന്ത അംഗത്വം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം കൂടിയാണ് അഞ്ജും. ഇപ്പോൾ അഞ്ജും എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ TV തുറന്നാൽ അവരെ കാണാം. ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ശേഷം അവർ ലോകപ്രശസ്തമായ ഒരു കമന്റേറ്ററായി മാറി. പുരുഷ ക്രിക്കറ്റിലായാലും വനിതാ ക്രിക്കറ്റിലായാലും അഞ്ജുവിന്റെ കൃത്യമായ വിശകലനങ്ങൾക്കും ആ ശബ്ദത്തിനും വലിയ ആരാധകരുണ്ട്. വെറുമൊരു കളിക്കാരി എന്നതിലുപരി ക്രിക്കറ്റിനെ ഇത്രയും ആഴത്തിൽ പഠിച്ച മറ്റൊരു താരം കുറവായിരിക്കും. ഒരു ഇതിഹാസ താരം, മികച്ച ക്യാപ്റ്റൻ, ഇപ്പോൾ ലോകോത്തര കമന്റേറ്റർ. അഞ്ജും ചോപ്ര ശരിക്കും ഒരു ഓൾറൗണ്ടർ തന്നെയാണ്.